ഹായ് സുഹൃത്തുക്കളെ, സമയം രാത്രിയാണ് കേട്ടോ. ചെറിയൊരു പരിപാടിയുണ്ട്. ഇത് നമ്മുടെ ഓർഗാനിക് പെസ്റ്റിസൈഡാണ്, ഇഫ്കോൻ്റെ. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കലക്കി വെച്ചിട്ടുണ്ട്. 2 ലിറ്ററിൻ്റെ ഇതാണ്. 10 ml എടുത്ത് വെച്ചിട്ടുണ്ട്. വാതിൽ പൂട്ടട്ടോ, അല്ലെങ്കിൽ വല്ല പാമ്പഴഞ്ഞ് കയറി കഴിഞ്ഞാൽ ശരിയാവില്ല. കുറച്ച് രാത്രി വീഡിയോ ആണ്, വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. സുബ്രമണി ഇരുട്ടാണ്, എനിക്കറിയാം. നമുക്ക് വേറെ സൗകര്യങ്ങളൊന്നുമില്ല. ടോർച്ചടിച്ച് കാണിച്ചു തരുവാണ്. കാണുന്നുണ്ടോ? രാത്രി തന്നെ വീഡിയോ എടുത്തതിൽ കുറേ ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ ഒരു മാവ് മറ്റേ തലപ്പ് വെട്ടുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തലപ്പ് വെട്ടിയിട്ട് കണ്ടോ, അതിൻ്റെ തലപ്പ് വെട്ടിയിട്ട് അതിൽ വന്ന് ഇത്രയ്ക്കും വലിയ കൊമ്പും മറ്റേ ഇലകൾ ഇത്രയും വലിയത് വന്നു. നാളെ രാവിലെ ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇവിടെയും നല്ല രീതിയിൽ വന്നു, ഇവിടെയും വന്നിട്ടുണ്ട്. 3 ഭാഗത്താണ് വെട്ടിയത്. ഇത് രാവിലെ കാണിച്ചു തരാം. രാത്രി തന്നെ കാണിക്കുന്നതിന് വേറെ ഉദ്ദേശങ്ങളുണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ ഇതിങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഇന്ന് രാവിലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസറും ഓർഗാനിക് പെസ്റ്റിസൈഡും കൂടി അടിച്ചു കൊടുത്ത മാവിൻ്റെ ഇലയാണ് കാണുന്നത്. ഞാൻ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ എന്തുകൊണ്ടാണിത് എന്താണെന്നൊക്കെയും കാണിക്കുന്നുണ്ട്. അത് മിക്കവാറും നാളെ രാവിലെ എനിക്ക് ചിലപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. ഇതിൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആ ജീവിയുടെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ മാവിൻ്റെ തളിരിലകളിൽ ഈ ഒരു ഭാഗങ്ങളിൽ, അതായത് മുറിച്ചതിൻ്റെ ശേഷമുള്ള ഭാഗങ്ങളിൽ വന്നിട്ട് മുട്ട ഇഞ്ചെക്റ്റ് ചെയ്ത് മുട്ട വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ തളിരില ഇതുപോലെ വീണ് കിടക്കും. ഇതിവിടെ നിലത്തെത്തിയിട്ടില്ല, കണ്ടോ? തളിരില ഇതുപോലെ വീണ് കിടക്കും. ഇതിലും തളിരിലയുണ്ട്, കണ്ടോ? തളിരില വീണ് കിടക്കണ കണ്ടോ? അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ, ഇത് മണ്ണിലെത്തുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ മുട്ടകൾ വിരിഞ്ഞിട്ട് മണ്ണിൽ സമാധിയാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ അടുത്ത ജീവിതചക്രം തുടങ്ങും. പ്രാണിയായിട്ട് ഇതുപോലെ മാവിൻ്റെ ഇല മുറിച്ച് വംശവർധന നടത്തും. ഞാനിപ്പോൾ ഈ രാത്രി ഈ വീഡിയോയും കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ ഇത് ഇവർ ഈ പണി ഇന്നലെ തുടങ്ങി വെച്ചതാണോ എന്നാണെന്ന് അറിയില്ല. പക്ഷേ ഇതുവരെ ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് ഒരു പ്രാണി ഇവിടെ നിന്ന് പറന്നു പോയി. അപ്പോൾ അവർ മുറിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചീറ്റിയിട്ടാണല്ലോ പോകുന്നത്. വൃത്തിക്കല്ല അത് പോകുന്ന, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇതിവിടെ ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മര്യാദയ്ക്ക് ചീറ്റണമൊന്നുമില്ല. അപ്പം നാളെ രാവിലെ ഇത് തണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെസ്റ്റിസൈഡ് കൊള്ളില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് രാത്രി തന്നെ വന്ന് ചാമ്പാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നാളെ രാവിലെ വേറൊരു അപ്ഡേറ്റ് ഞാനിടും. തോന്നിയോണാണ്. അതെ, നല്ല രീതിയിൽ മഴ പെയ്യണ പോലെ ആവുന്നുണ്ട്, കണ്ടോ? നല്ല രീതിയിൽ ചാമ്പി കൊടുക്കുക. നാളെ രാവിലെ ഇവന്മാർ വന്നിട്ട് ഇന്ന് രാത്രി ഇവന്മാർ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നാളെ അറിയാം, ഈ മരുന്ന് അടിച്ചു കൊടുത്തിട്ടും. അതാണ് ഉദ്ദേശം. വീഡിയോ വൃത്തിക്കല്ല എന്ന് നന്നായിട്ടറിയാം, പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതാണ്. ഈ ഓർഗാനിക് പെസ്റ്റിസൈഡ് കൊണ്ട് ഉപകാരം ഉണ്ടോയെന്ന്. പിന്നെ മാവിൻ്റെ ഇല മുറിക്കുന്നതും
കൂടെ ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ കണ്ടിട്ട് വൃത്തിക്കായില്ലെന്ന് പറഞ്ഞ് തെറിയൊന്നും പറഞ്ഞ് വരരുത്. നമുക്കിതിനുള്ള സൗകര്യമുള്ളൂ. നമ്മുടെ ഒരു ചെറിയ രീതിയിലുള്ള പരിപാടികളാണ്.